നന്ദഗോപർ വസുദേവരോട് വീണ്ടും തുടർന്ന് പറയുകയാണ്, ഏത് ദുഃഖവും ശമിപ്പിച്ച് സംരക്ഷിക്കുന്നതിന് നമ്മുടെ അടുത്ത് ഈശ്വരനുണ്ടല്ലോ. എല്ലാവർക്കും എപ്പോഴും ആത്മബന്ധുവായിട്ടുള്ളത് ആ ജഗൽ പിതാവാണല്ലോ. ആലോചിച്ചു നോക്കിയാൽ നാം അനുഭവിക്കുന്ന താൽക്കാലികമായ സന്തോഷവും സന്താപവും മറ്റും ഈശ്വരൻ്റെ മായാവികൃതികളാണെന്ന് മനസ്സിലാവും. അതിനാൽ എപ്പോഴും ജഗദീശ്വരനെ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഭവാൻ ഇപ്പോൾ ഉള്ളത്. പുത്രന്മാരുണ്ടായി എന്നിരിക്കട്ടെ, അവർ നന്നായി വളർത്തുമെന്നുള്ള ഉറപ്പ് വല്ലതും അങ്ങേക്കുണ്ടോ? അഥവാ അവർ വളർന്നു വന്നു എന്നിരിക്കട്ടെ, അപ്പോഴും അവർ നമ്മെ രക്ഷിക്കുമെന്ന് പറയാനൊക്കുമോ? ആർക്കറിയാം. ലോകഗതി ഇതാണെന്നിരിക്കെ പുത്രന്മാരിൽ മോഹജന്യമായ ആസക്തി വളരുന്നതിൽ നിന്ന് മുക്തരായി ഈശ്വരപാദങ്ങളിൽ ആത്മാർപ്പണം ചെയ്യുന്നതാണ് നല്ലത്. ഇപ്രകാരം നന്ദഗോപർ പറയുന്നത് കേട്ട് വാസുദേവൻ ചിരിച്ചു. വസുദേവൻ ഉടനെ പറയുന്നുണ്ട്, സ്നേഹവാത്സല്യങ്ങളുള്ള ബന്ധുക്കളെ കാണുക, അവരുമായി സല്ലാപത്തിൽ ഏർപ്പെടുക, ഇതിനേക്കാൾ വലിയ സുഖം മറ്റൊന്നുണ്ടോ? ഭവാന്റെ ആഗമനം മൂലം എൻ്റെ മാനസതണ്ടിൽ അത്യാനന്ദം വളർന്നിരിക്കുന്നു, എൻ്റെ ദുഃഖം ഇല്ലാതായിരിക്കുന്നു. എങ്കിലും ഭവാൻ ഗോകുലത്തിലേക്ക് എളുപ്പം മടങ്ങിച്ചെല്ലണമെന്ന് ഞാൻ ഖേദത്തോടു കൂടി പറയുകയാണ്. വേഗത്തിൽ മടങ്ങി പോവുക തന്നെ ചെയ്യണം. ഗോകുലത്തിൽ സങ്കടമുണ്ടാക്കാവുന്ന വിപത്തുകൾ കള്ളന്മാരിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഉണ്ടാകാം. അവിടെ ഭവാന്റെ ബന്ധുക്കളും ബാലന്മാരും വൃദ്ധന്മാരും എല്ലാം തങ്ങളെ സംരക്ഷിക്കുന്ന നാഥൻ അമ്പാടിയിൽ ഇല്ലാത്തതുമൂലം പരിഭ്രമിച്ച് കഴിയുന്നുണ്ടാകാം. കംസന് രാജഭോഗം നൽകിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഭവാൻ തിടുക്കത്തിൽ അമ്പാടിയിലേക്ക് ചെന്ന് ബന്ധുക്കളോടും പ്രജകളോടും കൂടി കഴിയുക. എപ്പോഴും ഭഗവാൻ നാരായണനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ടിരിക്കുക. ശരി, ഭവാൻ ഉടനെ പോവുക. നമ്മൾ തമ്മിൽ ഒരു ഭേദവും ഇല്ല. ഇപ്രകാരം വസുദേവൻ്റെ വാക്കുകൾ കേട്ട ഉടനെ നന്ദഗോപർ രഥത്തിൽ കയറി അമ്പാടിയിലേക്ക് തിരിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്, ശോകഛായയോടുകൂടി വസുദേവൻ പറഞ്ഞ വാക്കുകൾ നേരായിരിക്കണം. ദൈവമേ, എന്തൊരാപത്തായിരിക്കുമോ എൻ്റെ ദേശത്തിന് വന്നിരിക്കുന്നത്. നാരായണ, ജഗന്മയ, കാരുണ്യവാരിധേ, എൻ്റെ ദേശത്തെ കാത്തുകൊള്ളണമേ. ഇപ്രകാരമെല്ലാം വിചാരിച്ച് സങ്കടപ്പെട്ടും നന്ദഗോപർ സ്വദേശമായ അമ്പാടിയിലേക്ക് നീങ്ങി. അപ്പോൾ അമ്പാടിയെ ഒരു വിപത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് 10 ദിവസത്തിനുള്ളിൽ ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം കൊന്നെടുക്കാൻ കംസൻ നേരത്തെ തന്നെ കിങ്കരന്മാർക്ക് ആജ്ഞ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അസുരന്മാരെല്ലാം കൂടെ കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിന് നാടകം ഇറങ്ങി തിരിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ പൂതന എന്നൊരു ഘോര രാക്ഷസിയുമുണ്ട്. സൗകര്യമനുസരിച്ച് പല പല വേഷങ്ങൾ ധരിച്ചാണ് അവൾ നാടുനീളെ നടന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഒരുങ്ങിയത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുക, ലാളിക്കുക എന്നിങ്ങനെയുള്ള രീതികളിലൂടെ കുഞ്ഞുങ്ങളെ ആകർഷിച്ച് അവൾ വഞ്ചിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നു. വേദങ്ങളുടെ കാതലായ ഭഗവാൻ നാരായണൻ അവതരിച്ച് ശിശുവായി ജീവിക്കുന്ന അമ്പാടിയിലും അവൾ എത്തി.